ഹസ്തിനാപുരത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ ഒരു കാലഘട്ടം. രാജാവായിരുന്ന വിചിത്രവീര്യൻ അകാലത്തിൽ വിടവാങ്ങിയപ്പോൾ രാജ്യം മുഴുവൻ ആശങ്കയിൽ മുങ്ങി. സിംഹാസനം ശൂന്യം, ഭാവി അനിശ്ചിതം. ഈ പ്രതിസന്ധിയിലായിരുന്നു ഭീഷ്മ ആഴത്തിലുള്ള ചിന്തയിൽ മുങ്ങിയത്. അപ്പോഴാണ് പ്രതീക്ഷിക്കാതെ സത്യവതി അദ്ദേഹത്തെ സമീപിക്കുന്നത്. ഈ രാജ്യം ഇങ്ങനെ രാജാവില്ലാതെ തുടരാൻ പാടില്ല. അവളുടെ വാക്കുകളിൽ ഒരു രഹസ്യത്തിൻ്റെ ഭാരമുണ്ടായിരുന്നു. അവൾ തുറന്നു പറഞ്ഞത് തനിക്കൊരു മകൻ കൂടിയുണ്ടെന്ന്, വ്യാസൻ. രാജവംശം നിലനിർത്താൻ അവൻ്റെ സഹായം തേടണമെന്ന് അവൾ നിർദ്ദേശിച്ചു. ഭീഷ്മ അതിൽ സമ്മതിച്ചു. അങ്ങനെ വ്യാസൻ മുഖേന 2 രാജ്ഞിമാരായ അംബികയും അംബാലികയും ഗർഭിണികളായി. രാജ്യം വീണ്ടും പ്രതീക്ഷ നിറഞ്ഞു. മാസങ്ങൾക്ക് ശേഷം അംബിക ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. പക്ഷേ ആ സന്തോഷം ദീർഘമായില്ല. കുഞ്ഞിന് കാഴ്ചയില്ലായിരുന്നു. അവൻ്റെ ജനനം കൊട്ടാരത്തെ വീണ്ടും ദുഃഖത്തിലാഴ്ത്തി. എങ്കിലും കാലം കടന്നുപോയി. അംബാലികയുടെ മകനായി മറ്റൊരു രാജകുമാരൻ ജനിച്ചു. സമ്പൂർണ്ണ ആരോഗ്യമുള്ളവൻ. 2 സഹോദരന്മാർ വളരാൻ തുടങ്ങി. എല്ലാവരും ഇളയവനെ പ്രീതിയോടെ നോക്കി. എന്നാൽ അന്ധനായ മൂത്തവൻ, അവൻ്റെ ഉള്ളിൽ ഒരു തീ കത്തിക്കൊണ്ടിരുന്നു. കാണാൻ കഴിയാത്ത ലോകത്ത് അവൻ കേൾക്കാൻ തുടങ്ങി. ശബ്ദങ്ങൾ, ചലനങ്ങൾ, പരിശീലനത്തിൻ്റെ ഓരോ നീക്കവും. ആദ്യം വിനോദമായി, പിന്നീട് അതൊരു ദൃഢനിശ്ചയമായി മാറി.